ഇന്ന് നമ്മൾ ചോളത്തിൻ്റെ പുട്ടാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ചോളത്തിൻ്റെ പൊടി ഞാനിവിടെ 2 കപ്പ് എടുത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നമ്മൾ സാധാരണ പുട്ടുപൊടിയൊക്കെ നനയ്ക്കുന്ന പോലെ തന്നെ റെഡിയാക്കി എടുക്കുകയാണ്. ഒരുപാട് അങ്ങ് വെള്ളം ചേർക്കണ്ട കേട്ടോ, കുറേശ്ശായിട്ട് ചേർത്താൽ മതി. ഒരുപാട് അങ്ങ് പുട്ടുപൊടി പോലെ ഇങ്ങനെ നല്ല തരി ഉള്ളതൊന്നുമല്ല കേട്ടോ, കുറച്ച് തരി കുറവായിട്ടുള്ള ടൈപ്പാണ്. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് സമയം അടച്ചു വെക്കുക. അത് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. കുറേ പേര് ഇങ്ങനെ ഡൗട്ടൊക്കെ ചോദിക്കുന്നതാണ് ഇവിടെ കമൻറ്റിൽ. കോൺ എന്ന് പറയുമ്പം ചോളല്ലേ, അപ്പോൾ അതിൻ്റെ പൊടി എന്ന് പറയുമ്പം കോൺഫ്ലോർ അല്ലേ എന്നുള്ളത്. അപ്പോൾ അത് വൈറ്റ് കളറാണല്ലോ, പിന്നെ ഇതെങ്ങനെ യെല്ലോ കളർ എന്നുള്ളത്. അപ്പോൾ അത് എന്താണെന്നുള്ളത് എനിക്കറിയുന്ന പോലെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടും ഇങ്ങനെ തൊലി അടക്കം പൊടിച്ചെടുക്കുമ്പോഴാണ് ഇങ്ങനെ ഈ ഒരു ചോളത്തിൻ്റെ ഇതേപോലെ പൊടി കിട്ടുന്നത് കേട്ടോ. ഇത് നമുക്ക് ഇങ്ങനെ അല്ലാതെ ഈ ചപ്പാത്തിയും അങ്ങനെ ഓരോ ഐറ്റംസൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അത്ര നൈസായിട്ട് കിട്ടില്ല, കുറച്ചൊരു തരിയായിട്ടാണ് കിട്ടുക. പക്ഷേ ആ ഒരു കോൺഫ്ലോർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ആ ഒരു പുറത്തുള്ള ഭാഗം കളഞ്ഞിട്ട് അതിൻ്റെ ഒരു എൻഡോസ്പേം ആയിട്ടുള്ളൊരു ഭാഗമുണ്ട് വൈറ്റായിട്ട് കിടക്കുന്നത്, അത് മാത്രം പൊടിച്ചെടുക്കുന്നതാണ് കോൺഫ്ലോർ. അപ്പോൾ അത് ഇതുപോലെ ഇങ്ങനെ കുഴച്ചിട്ട് ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ. നമുക്കറിയാലോ ഭയങ്കര നൈസാണ് കോൺഫ്ലോർ. അപ്പോൾ അത് വേറൊരു പേർപ്പസാണ് കേട്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഡിഫറൻസ്. അങ്ങനെ നമ്മൾ ആ പുട്ടുപൊടിയൊക്കെ ഇപ്പോൾ നല്ല നനച്ചൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു പുട്ടിൻ്റെ ഇതിലേക്ക് ഞാൻ ചില്ലിട്ട് കൊടുത്തിട്ട് ആദ്യം കുറച്ച് തേങ്ങ, പിന്നെ പുട്ടുപൊടി, തേങ്ങ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ കുറേ മുമ്പ് ഞാൻ ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് ഈ കുടുംബശ്രീയുടെ ഒക്കെ അങ്ങനത്തെ മേളകളൊക്കെ ഉണ്ടാവുമല്ലോ, ഫെയറൊക്കെ, അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ലുലുവിൽ പോയപ്പം കണ്ടപ്പോൾ വാങ്ങിച്ചാണ് കേട്ടോ. അധികം റേറ്റ് ഒന്നുമില്ല, നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള സംഭവമാണ് ഈ കോണിൻ്റെ പൊടി എന്ന് പറയുന്നത്. അങ്ങനെ നമ്മളെ പുട്ട് ആവിയൊക്കെ വന്ന് നല്ല സെറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതായത് നല്ലൊരു യെല്ലോ കളറും വൈറ്റ് കളറായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ടേസ്റ്റും നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. സാധാരണ നമ്മളെ പുട്ടിൻ്റെ ആ ഒരു ടേസ്റ്റ് അല്ല, കുറച്ചൊരു വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റാണ്. അപ്പോൾ ഇത് ചൂടോടുകൂടി അത്യാവശ്യം തേങ്ങയൊക്കെ കൂട്ടി കഴിച്ച് നോക്കിയപ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ കറിയൊക്കെ കൂട്ടിയിട്ട് കഴിച്ചാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ആദ്യം ഇങ്ങനെ കഴിച്ച് നോക്കി, പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. ഈ ചോളത്തിൻ്റെ പൊടി കൊണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറയുന്നത് കേട്ടോ. പക്ഷേ ഞാൻ 2 തവണയും പുട്ട് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ചോളത്തിൻ്റെ പൊടി വെച്ചിട്ട് എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ.